ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് അക്കൗണ്ട് ടെസ്റ്റ് ലോവറോ അല്ലെങ്കിൽ ഹയറൊക്കെ എഴുതുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അതുപോലെ ഹയർ എഴുതുന്നവർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ്. അപ്പോൾ ഈ എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ സ്റ്റഡി മെറ്റീരിയൽസ് ലോഞ്ച് ചെയ്ത് അതിന് നല്ല മികച്ച റെസ്പോൺസസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ. അതിനകത്ത് നിങ്ങൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും ഹയറും എഴുതുന്നവർ, കേരള അക്കൗണ്ട് കോഡിൻ്റെ ലോവറിൻ്റെയും ഹയറിൻ്റെയും പരീക്ഷകൾ എഴുതുന്നവർ അതിനകത്ത് ഹയറിൻ്റെ മെറ്റീരിയൽ മാത്രമേ ഓർഡർ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എഴുതുന്നവർ KFCയിൽ കേരള ഫൈനാൻഷ്യൽ കോഡ് അതും 1 മാത്രം ഓർഡർ ചെയ്താൽ മതിയാവും. കുറേ ഓർഡറുകൾ അങ്ങനെ 2 കൂടി വന്നു. അപ്പോൾ ഞാനത് എക്സസ് എമൗണ്ടുകളൊക്കെ അവർക്ക് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ വരുന്ന എക്സസ് എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതിൽ കുറേ പേര് അതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ക്യാഷ് ഓൺ ഡെലിവറി അതിൻ്റെ ഡെലിവറി ചാർജ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അധികം പ്രോത്സാഹിപ്പിക്കാത്തത്. വെറുതെ നിങ്ങളുടെ പൈസ മേടിച്ച് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിനി വീഡിയോയിലേക്ക് കിടക്കുകയാണ്. Question number 1. A treasury officer should compare each entry of payment in a register with the payment order ticking off each voucher as it is passed. Examine at least 2 of the totaling on each side, marking the totals as EXT. See the totallings are correctly carried from the register to the day book initialing the totals. A, B, C. ഈ 3 കാര്യങ്ങളും ട്രഷറി ഓഫീസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. Question number 2. The monthly accounts of each dash sub-treasury should be closed on the last working day of each calendar month. The accounts of each non-banking sub-treasury എന്നാണ്. എന്താണ് ബാങ്കിങ് ട്രഷറി, എന്താണ് നോൺ ബാങ്കിങ് ട്രഷറി എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. Question number 3. Fidelity Insurance guarantee for Norton and Gollas in the district and sub-treasuries is rupees. Fidelity ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ₹500. 4ാമത്തെ ചോദ്യം. If the chief treasurer of a district treasury goes on casual leave, however, he may at his option hand over his treasury keys to the treasurer or to the senior accountant serving under him, on the clear understanding that in all cases the dash will be personally responsible for any loss that may occur. കീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. അത് എപ്പോഴും ചീഫ് ട്രഷററുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. Question number 5. A government servant who receives any monies on behalf of the government shall receive them only in which of the following form? ഏത് ഫോർമാറ്റിലാണ് അത് കൈപ്പറ്റേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലീഗൽ ടെൻഡർ കോയിൻ, ഓപ്ഷൻ ബി ലീഗൽ ടെൻഡർ കറൻസി ഓർ ബാങ്ക് നോട്ട്സ്, ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഡ്രാഫ്റ്റ്സ് ഡ്രോൺ ഓൺ ദ ട്രഷറി വിത്ത് വിച്ച് ദ ഗവൺമെൻറ് സർവൻറ്റ് ഡീൽസ് ആൻഡ് മെയ്ഡ് പേബിൾ ടു ഹിം. അപ്പോൾ ഇതിനകത്ത് ഏത് ഫോർമാറ്റിലായാലും കുഴപ്പമില്ല. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. 6ാമത്തെ ചോദ്യം. ട്രഷറേഴ്സ് ഡെയിലി ബാലൻസ് ഷീറ്റ് ഈസ് ഫർണിഷ്ഡ് ഇൻ ഫോം. ഏത് ഫോമിലാണ് ട്രഷറേഴ്സ് ഡെയിലി ബാലൻസ് ഷീറ്റ് ഫർണിഷ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, TA3 ആണ് ആ ഫോമിൻ്റെ പേര്. 7ാമത്തെ ചോദ്യം. ദ എമൗണ്ട് ഓഫ് ലാപ്സ് ഡെപ്പോസിറ്റ് ഡിഫണ്ടഡ് അണ്ടർ ദ റൂൾസ് ഓഫ് ഗവൺമെൻറ് ഷുഡ് അപ്പിയർ ഇൻ ദ ട്രഷറി അക്കൗണ്ട്സ് ആസ്. അത്തരം റീഫണ്ടുകളെല്ലാം വരുന്നത് മിസലേനിയസ് റീഫണ്ട് എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 8. Any amount found surplus or deficit in treasury balances should be brought to account as such in the day book on the receipt or payment side as the case may be. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. 9ാമത്തെ ചോദ്യം. When a deposit is adjusted by transfer to some other head of account, the head of account to which it is transferred and the item in which it is included in the treasury account ഷുഡ് ബി നോട്ടഡ് ഇൻ ദ. അതായത് ഇത്തരം കേസുകളിൽ ഇത് രജിസ്റ്റർ ഓഫ് റെസീപ്റ്റ്സിലും അതുപോലെ രജിസ്റ്റർ ഓഫ് റീപേയ്മെൻറ്റ്സിലും രേഖപ്പെടുത്തണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി.
പത്താമത്തെ ചോദ്യം, the deposits paid by or on behalf of candidates should be credited to the head. ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷൻ ഡെപ്പോസിറ്റ്. ആ ഹെഡിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പതിനൊന്നാമത്തെ ചോദ്യം, the bank commission and or other checks involved in the collection of checks received at the treasuries from the quasi-government institutions will be recovered from the proceeds of the checks, and the dash alone will be credited to the accounts of the institutions concerned. Next amount എന്നാണ് correct answer. ഓപ്ഷൻ എ. പന്ത്രണ്ടാമത്തെ ചോദ്യം, a government servant who receives any money including money received in the form of postal money order on behalf of the government shall give the payer a receipt in the form. റെസിപ്റ്റ് കൊടുക്കേണ്ടത് ഫോം TR5-ലാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. പതിമൂന്നാമത്തെ ചോദ്യം, ഇൻ ദ കേസ് ഓഫ് ഡ്യൂസ് ടു ദ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ആർ റെമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ് drawn on banks conducting government business, the payment will be treated as having been made in time, even if the demand draft is presented to the officer authorized to receive it on the due date only. അത് കറക്റ്റ് ആണെന്നാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ ഡ്യൂ ഡേറ്റിലാണ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നതെങ്കിലും അത് ഇൻ ടൈമിലുള്ള പേയ്മെൻ്റ് ആയിട്ടാണ് കണക്കിലെടുക്കുന്നത്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. Question number 14. In the case of Trivandrum Public Library, all amount received in the book room up to 4 p.m. each day, along with the previous day's receipt from 4 p.m. to 7 p.m. shall be brought to the main cash book on the option A, same day. അതായത് ദിവസങ്ങളിലാണ് അത് ക്യാഷ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 4 മണിക്കാണ് അത് ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്നത്. അപ്പോൾ 4 മണിക്ക് ശേഷം വരുന്ന തുക 4 മണി മുതൽ 7 മണി വരെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് തൊട്ട് അടുത്ത ദിവസമായിരിക്കും അത് എഴുതുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓപ്ഷൻ എ, സെയിം ഡേ. 15ാമത്തെ ചോദ്യം, when a government servant who does not maintain a cash book is authorized to receive any money on behalf of the government, he shall on receipt of such money grant a temporary receipt in dash to the payer. ഫോം TR5-ലാണ് റെസിപ്റ്റ് കൊടുക്കേണ്ടത്. Question number 16. Accounts in respect of which no transactions have taken place for dash complete financial years and more will be treated as unoperated accounts. Unoperated accounts ആയിട്ട് എടുക്കുന്നത് 5 വർഷം. ഓപ്ഷൻ എ 5 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 5 കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയേഴ്സ്. 5 പൂർണ്ണ സാമ്പത്തിക വർഷങ്ങൾ യാതൊരു ട്രാൻസാക്ഷൻസും നടക്കാത്ത അക്കൗണ്ടുകളാണ് നമ്മൾ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ട്രഷറി സേവിങ്സ് ബാങ്കിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. Question number 17. No treasury savings bank account will be transferred in the month of ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, മാർച്ച്. ഈ 16ഉം 17ഉം ഒത്തിരി വട്ടം എക്സാമിനേഷൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്, അത് അപ്പോൾ ശ്രദ്ധിക്കുക. 18ാമത്തെ ചോദ്യം, രജിസ്റ്റർ ഓഫ് പാഡ്ലോക്സ് ആൻഡ് കീസ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓർ സബ് ട്രഷറി ഈസ് മെയിൻറ്റെയിൻ ഇൻ ഫോം. ഈ ഫോമും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻ ബി TR29. 19ാമത്തെ ചോദ്യം, the accounts of all currency chests in the state of Kerala are maintained at the issue department of Reserve Bank of India, Madras. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 20. Different classes of receipts exempt from stamp duty are listed in dash KTC Volume 2. KTC Volume 2-ലെ അപ്പൻഡിക്സ് 8-ൽ വരുന്ന കാര്യങ്ങളാണത്. 21ാമത്തെ ചോദ്യം, when the monies of a society or body are included in the government account, a dash account shall be opened in the treasury in the name of the government servant concerned. Concerned government servantൻ്റെ പേരിൽ ഒരു പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 22. The sub-treasury officers shall verify the cash balance in the sub-treasury at least twice a month. മാസത്തിൽ 2 പ്രാവശ്യം തന്നെയെങ്കിലും അത് ക്യാഷ് ബാലൻസുകൾ വെരിഫൈ ചെയ്യണം. സബ് ട്രഷറിയുടെ കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബി ട്വൈസ്. Question number 23. No government servant may issue a duplicate or copy of a receipt granted for money received by him on the allegation that the original receipt has been lost or is not available. അപ്പോൾ ഒറിജിനൽ റെസിപ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കിട്ടത്തില്ല എന്നർത്ഥം. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കറക്റ്റ്. 24ാമത്തേത്, ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ചെക്സ് ഈസ് റിസീവ്ഡ് ഡെയിലി ദേ ഷുഡ് ബി ഇനീഷ്യലി എൻറ്റേർഡ് ഇൻ എ സബ്സിഡിയറി രജിസ്റ്റർ ഇൻ ഫോം. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, TR8.
Question number 25. When a section officer collects revenue from parties to whom grass plots, fruit trees, canal berms, etc. are leased or receives money from the sale of materials, etc. And when any government servant who is not in charge of a cash book similarly receives any money on behalf of the government in exceptional circumstances. സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ he should keep it separate from the impress. Option B, any other cash in his charge, he should remit it at the earliest opportunity to the subdivisional officer having a cash book. അപ്പോൾ ക്യാഷ് ബുക്ക് ഉള്ള ഒരു സബ് ഡിവിഷണൽ ഓഫീസറുടെ അടുത്ത് ഏൽപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി രണ്ടും കറക്റ്റ് ആണെന്ന് അർത്ഥം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഈ എക്സാം എഴുതിയ 40% ആളുകൾ തോറ്റുപോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര ബുദ്ധിമുട്ടേറിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. സാധാരണ ചോദിക്കാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. Question number 26. The net difference between the total receipts and the total payments shown in the bank's daily statement should be posted in a subsidiary register called, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് Register of Reserve Bank Deposits. Question number 27. Check register of adjustments between central and state governments is maintained in form. Option C ആണ് എൻ്റെ correct answer, TA3. 28ാമത്തെ ചോദ്യം. Earnest money deposits made by intending tenders of the forest and defense departments should be credited as. ഇത് റവന്യൂ ഡെപ്പോസിറ്റ്സ് ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 29ാമത്തെ ചോദ്യം. Remittances between small coin depots or between a small coin depot and a mint should not pass through treasury accounts. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 30ാമത്തെ ചോദ്യം. A complete account of cash transactions and book transfers relating to the district treasury, including those of the sub-treasuries within its jurisdiction, should be kept in. ഡേ ബുക്കിലാണ് അതെല്ലാം കീപ്പ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 31. The challan which accompanies a payment of money into the treasury or the bank shall contain full information as to. Option A, the head of account to which the amount should be credited, allocation of the amount between governments and departments if any such allocation has to be made, the name of office and designation of the receiving departmental officer to whom the remittance relates to be written in the top of each challan. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ചലാനിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓൾ ദ അബവ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. Question number 32. When a payment is made partly in cash and partly by check, the amounts paid in cash and by check respectively shall not be included on the same challan. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇത് കറക്റ്റ് ആണ്. ഇതൊക്കെ ആ ബുക്കിൽ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. Question number 33. Forest revenues collected at outlying stations may be paid into the treasury by making remittances to the treasury officer by money orders. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 35. A person who wishes to pay any money into a civil court dealing with the treasury which does not transact its cash business through the bank should obtain from the court a challan in form. അതിൻ്റെ ഫോം നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് TR24. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 36ാമത്തെ ചോദ്യം. Class of non-gazetted officers who draw bills relating to the pay and allowances of their own and their establishments without counter signature is listed in. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. അപ്പൻഡിക്സ് 10ലാണ് അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 37ാമത്തെ ചോദ്യം. Rules regulating transactions under Treasury Savings Bank are furnished in. Appendix 3. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 38. Register of mail transfers received is maintained in form number dash KTC volume 2. Form number 37 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. 39. List of treasuries and sub-treasuries in Kerala state showing against each the name of the bank which conduct the cash business of the government of Kerala is furnished in. ഇത് ഈ അപ്പൻഡിക്സുകളിലല്ലാതെ വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Question number 40. The medical officer in charge of a mental hospital may deposit money in Treasury Savings Bank
on behalf of individual patients confined in such hospitals. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നാണ് ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. Question number 42. Every strong room should be inspected dash by the executive engineer or by an experienced assistant engineer or an officer holding subdivisional charge deputed by the executive engineer for the purpose. Option A ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ആനുവലി ആണത് സ്ട്രോങ് റൂമുകൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. 43ാമത്തെ ചോദ്യം. എ രജിസ്റ്റർ ഓഫ് ഓൾ ദ പാഡ്ലോക്സ് ആൻഡ് കീസ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ആൻഡ് ഇറ്റ്സ് സബ് ട്രഷറീസ് should be maintained in form dash and kept in the strong room of the district treasury. Option B and the correct answer tier 29. Question number 44. Coin shall be stored in a strong room. Coins എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻ ബാഗ്സ് ഓഫ് യൂണിഫോം സൈസ് and contents placed in strong iron boxes or safes. Option B in bags of uniform size and contents piled upon trestles. Option C temporarily in preparation for making a remittance in stout boxes capable of containing ₹4,000 to ₹6,000 each. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് കോയിൻസ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ഓൾ ദ അബവ്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് അതെല്ലാം. Question number 45. The clerk who maintains the stamp accounts and the treasurers, gollas and peons working in the sub-treasury office should be allowed to assist in verifying the stamps. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. 46ാമത്തെ ചോദ്യം. As soon as a remittance of treasure other than a currency remittance is dispatched, it should be entered as. ഇതിനെ ലോക്കൽ റെമിറ്റൻസോ അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസോ ആയിട്ടോ എൻ്റർ ചെയ്യാറുണ്ട്. ഐദർ എ ഓർ ബി. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 47ാമത്തെ ചോദ്യം. ഡെപ്പോസിറ്റ്സ് ഓൺ ചലഞ്ച് വോട്ട്സ് വിൽ ബി ഇൻ. ചലഞ്ച് വോട്ടിൻ്റെ കേസിൽ എൻ്റെ ഡെപ്പോസിറ്റ്സ് എപ്പോഴും ക്യാഷ് ആയിട്ടായിരിക്കും വരിക. ഓപ്ഷൻ എ. 48ാമത്തേത്. The adjustment of cash orders issued on sub-treasuries may conveniently be watched by opening a dash for each sub-treasury. ഓരോ സബ്-ട്രഷറിക്കും ഒരു പേഴ്സണൽ ലെഡ്ജർ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. Question number 49. When an estate receipt is paid into the district treasury, an entry should be made in form. അവിടെ ഉപയോഗിക്കുന്ന ഫോം TA15 ആണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 50. The transactions of all local funds, including municipal and cantonment funds, should be recorded in the forms used for. Option A personal deposits. 51ാമത്തെ ചോദ്യം. At a sub-treasuries where a permanent currency chest is not maintained, temporary chests for period not exceeding dash may be opened during the revenue collecting season. റവന്യൂ കളക്ടിങ് സീസണിൽ ഓപ്പൺ ചെയ്യുന്ന ടെമ്പററി ചെസ്റ്റുകൾ 6 മാസത്തേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്ഷൻ എ 6 months. Question number 52. The treasury officer should send the currency officer every month a consolidated verification certificate in form dash for the currency chests in his district other than chests in the sole custody of the bank. അവിടെ ഉപയോഗിക്കേണ്ട ഫോം TR39 ആണ്. ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം. Which of the following articles should be kept in safe custody in the treasury when sent there for that purpose? ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് സേഫ് കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യേണ്ടതാണ്? ഓപ്ഷൻ എ ക്യാഷ് ചെസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്. ഓപ്ഷൻ ബി ബോക്സ് കണ്ടെയ്നിങ് ദ ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഓഫ് ക്യാഷ് ചെസ്റ്റ് ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സീൽ പാക്കറ്റ്സ് purporting to containing duplicate keys of iron safes and cash chests of union government departments. ഈ കേസുകളിലെല്ലാം ഇത് സേഫ് കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. 54ാമത്തെ ചോദ്യം. In the case of articles deposited for safe custody in treasuries and which remain unclaimed for a period of more than dash from the date of original deposit, the district treasury officer shall publish a notification in the Kerala Gazette specifying the name and address of the depositor. ഓപ്ഷൻ സി ആണ് 25 years. 25 വർഷമായിട്ട് ക്ലെയിം ചെയ്യാത്ത ആർട്ടിക്കിൾസ് ആണ് അങ്ങനെ ചെയ്യുന്നത്.
55ാം ചോദ്യം എ ബിൽ ഓർ അതർ ഡോക്യുമെന്റ് പ്രസന്റഡ് അറ്റ് ദ ട്രഷറി ആസ് എ ക്ലെയിം ഫോർ ദ പേയ്മെന്റ് ഓഫ് എനി എമൗണ്ട് ബൈ ദ ഗവൺമെന്റ് ഷാൽ കണ്ടെയ്ൻ particulars ഓഫ് ഓപ്ഷൻ എ ദ പീരീഡ് ടു വിച്ച് ദ ക്ലെയിം റിലേറ്റ്സ് ഇഫ് ഇറ്റ് arises periodically. Option B, the orders sanctioning the charge if it was incurred under special orders. Option C, the authority for any deduction made in the bill. Option D, all the above. Option D ആണ് എൻ്റെ correct answer. All the above. ഈ കേസുകളെല്ലാം Question number 56. Savings bank checks will be current for dash months from the date of issue. Option C ആണ് എൻ്റെ correct answer. 3 monthsനാണ് അത് വാലിഡ് ആയിരിക്കുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. 57ാമത്തെ മിനിമം റണ്ണിംഗ് ബാലൻസ് ഓഫ് റുപ്പീസ് ഡാഷ് ഷാൽ ബി മെയിൻറ്റെയിൻ ഇൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം ബാലൻസ് ₹100 ആണ്. ഇത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 58ാമത്തെ ഹിൻസ് ഓൺ ഡിറ്റക്ടിങ് കൗണ്ടർഫൈറ്റ് കോയിൻസ് ആർ ഫർണിഷ്ഡ് ഇൻ. ഓപ്ഷൻ എ അപ്പൻഡിക്സ് 22. 59ാമത്തെ ചോദ്യം ഗാർഡ് ഫയൽസ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ് ഓഫ് പോലീസ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. 6ാമത്തെ ചോദ്യം നോട്ടീസ് ഫോർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ടേൺ ഡെപ്പോസിറ്റ് ഈസ് ഫർണിഷ്ഡ് ഇൻ ഫോം 41 KTC വോളിയം 2. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 61ാമത്തെ ചോദ്യം ദ നെയിംസ് ഓഫ് ഗവൺമെന്റ് സർവൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ് മേ ബി ഒമിറ്റഡ് ഫ്രം പേബിൾസ്. ഓപ്ഷൻ എ ഗവൺമെന്റ് സർവൻസ് ഫോർ ഹൂം സർവീസ് ബുക്സ് ആർ നോട്ട് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻ. ഓപ്ഷൻ ബി ഓൾ ഗവൺമെന്റ് സർവൻസ് ഇൻ ലാസ്റ്റ് ഗ്രേഡ് സർവീസസ്. ഓപ്ഷൻ സി നോക്കി ബോത്ത് എ ആൻഡ് ബി. ഈ രണ്ട് കേസുകളും അതിനകത്ത് ശരിയാണെന്ന് അർത്ഥം. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. 62ാമത്തെ ചോദ്യം ദ ഡ്രോയിങ് ഓഫീസർ ഷാൽ ഓർഡിനറിലി അറ്റാച്ച് ആൻ ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് ഇൻ ഫോം ഡാഷ് ടു ദ മന്ത്ലി എസ്റ്റാബ്ലിഷ്മെന്റ് പേബിൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. TR 52. 63ാമത്തെ ചോദ്യം ഇൻ കേസ് ദ ഇൻക്രിമെന്റ് ക്ലെയിംഡ് ഇൻവോൾവ്സ് reckoning of broken periods of service and dash showing briefly how the date of increment has been arrived at shall also be attached to the bill. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേറ്ററി മെമ്മോറണ്ടം. 64ാമത്തെ ചോദ്യം arrears of pay and allowances if any due to a gazetted government servant in respect of a non-gazetted post held by him prior to his promotion to the gazetted post should be drawn and paid to him by the drawing officer of his last non-gazetted post. ഓപ്ഷൻ ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ബുക്കിൽ അങ്ങനെ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണത്. ഓപ്ഷൻ ഇത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Question number 65. In the case of remittances of fresh notes sent from the issue department of the Reserve Bank of India in bundles of 1000 pieces, the bundle shall be split up into packets of dash notes each. 100 notes. Option C ആണ് correct answer. 66ാമത്തെ ചോദ്യം if the payment on an account is at any time forbidden by anyone or more of the account holders, the amount will only be payable on the dash of all the account holders. ജോയിന്റ് റെസിപ്റ്റ് ആണ് വേണ്ടത്. ഓപ്ഷൻ ബി. 67ാമത്തേത് ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ട്രഷറീസ് ആർ ഫർണിഷ്ഡ് ഇൻ. ഓപ്ഷൻ ഡി ആണ് അപ്പൻഡിക്സ് 5. 68ാമത്തെ ചോദ്യം കറൻസി ചെസ് ട്രാൻസാക്ഷൻസ് ട്രഷറീസ് ഫോൾ ഇൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി. ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ്. ഓപ്ഷൻ എ നോട്ട് ഇൻവോൾവിംഗ് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ്, ഇൻവോൾവിംഗ് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് വിത്തിൻ ദ ഡിസ്ട്രിക്ട്, ഇൻവോൾവിംഗ് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് അറ്റ് മദ്രാസ്. ഓൾ ദ അബവ്. ഈ കേസുകളെല്ലാം കറൻസി ചെസ് ട്രാൻസാക്ഷൻസിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 69ാമത്തെ ചോദ്യം ക്ലാസ് ഓഫ് പേയ്മെന്റ് വിച്ച് മേ ബി മെയ്ഡ് അറ്റ് സബ് ട്രഷറീസ് without the express pay order of the district treasury officer. Refunds of magisterial fines, refunds of the registration department. Both A and B ആണ് correct. ഇത് രണ്ടും ഈ ക്ലാസ് ഓഫ് പേയ്മെന്റിൽ വരുന്നതാണ്. Question number 70. Dash are annual pensions payable in cash from treasuries at the commutation rates of paddy fixed by government every year. ജന്മിഭോഗം, കറത്തിൽ ചിലവ്, അർത്ഥപാലിസ ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓൾ ദ എബവ്. Question number 71. All contingent charges incurred at the station where a remittance is received, such as labor charges, cart or boat hire, should be paid by the dash and charge in his accounts. ഓപ്ഷൻ എ ആണ് റിസീവിംഗ് ഓഫീസർ അക്കൗണ്ടിലാണ് അത് പെടുത്തേണ്ടത്.
Question number 72. Remittances of coin by sea shall ordinarily be sent dash or at the shipping company's risk without an escort. Option B insured. Option B insured ആണ് അത് ഇൻഷുർ ചെയ്തിട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ അത് അയക്കേണ്ടതെന്നാണ് എൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 73-ാമത്തേത് ദ ചാർജസ് ഫോർ റെമിറ്റൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൈൻഡ് ഷാൽ ബി ബോൺ ബൈ ദ ഗവൺമെൻറ്. ഓപ്ഷൻ എ remittances to and from currency chess from two sub-treasuries having no currency chess. Well, option B remittances between sub-treasuries without currency chess at both ends. When not sent separately, remittances of uncurrent coins between treasuries and sub-treasuries without currency chess at both ends. ഈ കേസുകളിലെല്ലാം ഇതിൻ്റെ ചാർജസ് ഗവൺമെൻറ് ആണ് അത് മീറ്റ് ചെയ്യേണ്ടത്. ഓൾ ദ എബോവ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. Question number 74. If alterations be made in a draft prior to issue, the corrections shall be noted in the advice and each alteration. Option A statement correct ആണെന്നാണ്. Option A correct ആണ് statement. 75. As each draft or telegraphic transfer is paid, entry must be made in the Register of Reserve Bank of India remittances and cash in form dash in the Kerala account code volume 2. അത് രേഖപ്പെടുത്തേണ്ടത് ഓപ്ഷൻ ബി ആണ്. TA19 ഫോം TA19 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. Question number 76. Particulars of all telegraphic transfers and drafts drawn by treasuries on other treasuries and on officers and agencies of the bank should be recorded in. ഇത്തരം കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് ഇഷ്യൂ കം ഡ്രോയിങ് ഷെഡ്യൂൾ രജിസ്റ്ററിലാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 78-ാമത്തെ ചോദ്യം. The net difference between the total receipts and the total payments as shown in the bank's daily statement should be posted in a subsidiary register called, ഇതിനെ വിളിക്കുന്നതാണ് Register of Reserve Bank Deposits. Question number 79. No authorization from the dash shall be necessary for the drawal of amounts by the government for the repayment of principal or payment of interest in respect of loans raised by government. ഗവൺമെൻറ് എടുക്കുന്ന കടങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കുന്നതിന് ആരുടെയാണ് അനുവാദം വേണ്ടാത്തതാണ്. നോ ഓതറൈസേഷൻ. അക്കൗണ്ടന്റ് ജനറലിൻ്റെ പ്രത്യേക അനുവാദം അതിനാവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 80-ാമത്തെ ചോദ്യം. ഇൻ എവറി ട്രഷറി ഫ്രം വിച്ച് റവന്യൂ അഡ്വാൻസസ് ആർ മെയ്ഡ് one or more plus and minus memoranda in form dash should be kept, in which the advance should be debited and all recoveries credited. Plus and minus memoranda ഏത് ഫോമിലാണ് കീപ്പ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. TA33. 81-ാമത്തെ ചോദ്യം. Drafts which are outstanding for more than dash months can be paid only after obtaining the necessary confirmation from the drawing office. 6 months ആണത്. അത് ശ്രദ്ധിക്കണം. ഈ ഡ്രാഫ്റ്റ്സ് ചെക്സ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെൻ്റാണ് ട്രഷറി കോഡിലെ. അതൊക്കെ നോക്കുക. 82-ാമത്തെ ചോദ്യം. ഇഫ് എനി വൺ അപ്ലൈ ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ലാപ്സ്ഡ് ഡ്രാഫ്റ്റ് ഹി ഷുഡ് ബി ഡയറക്റ്റഡ് ടു അഡ്രസ് ദ ഡാഷ് ഫോർ ഓർഡേഴ്സ്. ഇപ്പോൾ ലാപ്സ്ഡ് ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഓർഡേഴ്സ് ഇറക്കുന്നത് കറൻസി ഓഫീസറാണ്. അദ്ദേഹത്തെ അഡ്രസ് ചെയ്യേണ്ട കറൻസി ഓഫീസറെയാണ്. ഡയറക്റ്റ് ചെയ്യേണ്ടത് കറൻസി ഓഫീസറുടെ അടുത്തേക്കാണ്. 83-ാമത്തെ ചോദ്യം. At a district treasury which transacts its cash business through the bank, the dash, as the case may be, is responsible for the provision of funds to meet disbursements on account of government transactions. The bank in the manager, option A manager or agent of the bank, either A or B. രണ്ടുപേരും അതിന് റെസ്പോൺസിബിൾ ആണ്. 84-ാമത്തെ ചോദ്യം. ട്രാൻസ്ഫേഴ്സ് ആൻഡ് റെമിറ്റൻസസ് ഓഫ് മണി സ്റ്റാൻഡിംഗ് ഇൻ ദ ഗവൺമെൻറ് അക്കൗണ്ട് ആർ ഓഫ് ദ ഫോളോയിങ് കൈൻഡ്സ്. ഏതൊക്കെ തരത്തിലാവാമെന്നാണ്. അത് ട്രാൻസ്ഫേഴ്സ് ത്രൂ കറൻസി ആവാം, അല്ലെങ്കിൽ റെമിറ്റൻസസ് ഓഫ് കോയിൻസ് ഓർ നോട്ട്സ്, ബോത്ത് എ ആൻഡ് ബി. ഇത് രണ്ടും ആവാമെന്നർത്ഥം. 85-ാമത്തെ ചോദ്യം. The treasury officer shall report every transfer of funds from the treasury balance to the currency chest or vice versa at once to the currency officer by telegram or by letter, if a letter will reach Madras within 24 hours, and shall also send the necessary chess slip in form. അതിൻ്റെ ചെസ് സ്ലിപ്പുകൾ അയക്കേണ്ടത് ഫോം TR38 അത് അയക്കേണ്ടത്. 86-ാമത്തെ ചോദ്യം. The sub-treasury officer may transfer funds from the currency chest to the treasury balance
subject to which of the following limitation? That the drawal is necessary to meet the requirements of the subtreasury. Option B, that the maximum normal balance fixed for the subtreasury is not exceeded as a result of the withdrawal from the subchest. അതായത് സബ്ട്രഷറിക്ക് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാകും, അതിൻ്റെ ഉള്ളിലായിരിക്കണം. അതുപോലെ അങ്ങനെ പിൻവലിക്കുന്ന തുക അതിൻ്റെ റിക്വയർമെൻറ്റ്സിന് ഏറ്റവും അത്യാവശ്യമുള്ളതുമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. ബോത്ത് എ ആൻഡ് ബി. 87ാമത്തെ ചോദ്യം, എ ട്രഷറി ഓഫീസർ മേ നോട്ട് പെർമിറ്റ് any withdrawal in respect of pay or allowances of a government servant to whom he has granted a last pay certificate unless the certificate is first surrendered. ഇത് വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Question number 88. If the repayment of civil court deposit is in order, the court should issue an order to the treasury for the payment in form dash specifying the date on which the order is issued, the amount to be paid, and the account to which the payment is debited. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. TR 70ലാണ് അത് കൊടുക്കേണ്ടത്. 89ാമത്തെ ചോദ്യം, the treasury should make payments only on checks taken from a checkbook issued by the treasury, signed by the responsible administrators of the personal deposit account, and presented within dash from the date of issue. അതൊക്കെ 3 മാസത്തിനുള്ളിലാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി 3 months. 90ാമത്തെ ചോദ്യം, ദ എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ആൻഡ് ട്രഷറർ ഓഫ് ചാരിറ്റബിൾ endowments Trivandrum may delegate to any of the gazetted officers in his office at Trivandrum his powers to operate on the account in the district treasury Trivandrum styled. മറ്റൊരാളെ അയക്കുമ്പോൾ അതിൽ എഴുതേണ്ടതാണ് പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ദ ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ്. 91ാമത്തെ ചോദ്യം, ഗവൺമെൻറ് അക്കൗണ്ട് മീൻസ് ദ ടോട്ടൽ ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ്. ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം കൂടിയതാണ് നമ്മൾ ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. Question number 92. The treasury shall be under the control of a treasury officer. Option A ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 93ാമത്തെ ചോദ്യം, the daily accounts of receipts and payments at a sub-treasury must be included in the accounts of the district treasury. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ട്രൂ. 94ാമത്തേത്, any transaction which cannot be allocated directly to any particular department should be entered in the accounts as. ഇതിനെ നമ്മൾ അൺക്ലാസിഫൈഡ് ഐറ്റം എന്നും പറഞ്ഞാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 96ാമത്തെ ചോദ്യം, ദ ഡാഷ് ഓഫ് ദ എക്സിക്യൂട്ടീവ് അതോറിറ്റി or a municipality may be accepted as the pay signature on an acknowledgement of the payment of a municipal tax on a government building. ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ സിഗ്നേച്ചറിനെ നമ്മൾ പറയുന്നത് ഫെസിമിലെ സിഗ്നേച്ചർ എന്നാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 97ാമത്തെ ചോദ്യം, no voucher shall be treated as a valid voucher unless it bears a distinct pay order specifying the amount payable both in words and in figures separately and signed and dated by hand and in ink by the responsible disbursing officer. The rule is dash Kerala Treasury Code Volume 1 431 വരുന്നത്. റൂൾ 431. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനാണ്. നമുക്ക് 100 ചോദ്യങ്ങളും കാണേണ്ടതുണ്ടല്ലോ. പലതും നമ്മൾ വീഡിയോ ലെസൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണേണ്ടത്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവുകയില്ല. 98ാമത്തെ ചോദ്യം, when the head of the office concerned considers that an establishment is so large or scattered that the pay's acknowledgements cannot, without undue inconvenience, be obtained on the office copy of the bill, you shall maintain a separate acquittance roll in form dash and obtain the pay's acknowledgements in it. The form TR 95 ആണ്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 99ാമത്തെ ചോദ്യം, for the disbursement of the pay and allowances etc. due to non-gazetted government servants on tour or on camp or working at out-of-the-way places other than the headquarters of the drawing officer, which one of the following methods may be adopted at the written request of such government servants? Option A, remittance to the camp by postal money order at the cost of the government. അപ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റൽ മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ remittance to the camp by a Reserve Bank of India draft provided the government servant gives an acknowledgement signed by him.
അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ്രാഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം. പേയ്മെൻറ്റ് ടു അനദർ എംപ്ലോയി ഓഫ് ദ സെയിം ഓഫീസ് ആർ സ്പെസിഫൈഡ് ഇൻ ദ റിക്വസ്റ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ എംപ്ലോയി പ്രൊഡ്യൂസസ് ആൻ അക്നോളജ്മെൻറ്റ് സൈൻ ബൈ ദ ആബ്സെൻറ്റി. അല്ലെങ്കിൽ മറ്റൊരു എംപ്ലോയിയുടെ പേരിൽ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അക്നോളജ്മെൻറ്റ് മേടിക്കുക. ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ഓൾ ദ എബവ്. Question number 100. A complete record of cash transactions and book transfer relating to the district treasury, including those two sub-treasuries within its jurisdiction, will be kept in the option A ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, അക്കൗണ്ട്സ് ഡേ ബുക്ക് എന്നാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ സജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.